ഒരു വലിയ സദസ്സിൽ അവിടുത്തെ പ്രമാണി പറയാണ് ഈ ഗ്രാമത്തിലുള്ള ആരും തന്നെ, അതായത് പെണ്ണുങ്ങൾ ആരും തന്നെ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ലാന്ന്. അത് എന്തുകൊണ്ടാണെന്ന് അറിയാം? ഈ ഒരു വലിയ സദസ്സിൽ തന്നെ ഒരു ചെറിയ പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് പറയാണ്, ഞങ്ങളുടെ സ്കൂളിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ബാർ ഉണ്ട്. ആ ബാറിലെ ചെക്കന്മാരെല്ലാവരും ഞങ്ങൾ സ്കൂൾ വിട്ട് പോകുമ്പോ പിന്നാലെ വന്ന് ഭയങ്കര മോശമായിട്ട് പെരുമാറുന്നു. അതുകൊണ്ട് ആ ബാർ മാറ്റണമെന്ന് അവിടുത്തെ ലീഡറിനോട് ഈ ചെറിയ പെൺകുട്ടി പറയുമ്പോ ആ ലീഡർ ആണെന്ന് വെച്ചാൽ എടുത്ത വഴിക്ക് പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ ഗ്രാമത്തിലുള്ള പെണ്ണുങ്ങൾ സോപ്പിട്ട് കുളിക്കുന്നത് കൊണ്ട് അവരുടെ ആ ഒരു മണം കൊണ്ടാണ് പാവാണുങ്ങൾ ആ ഒരു പെണ്ണുങ്ങളുടെ പിന്നാലെ പോകുന്നതെന്ന്. ആ ആണുങ്ങള് പെണ്ണുങ്ങളുടെ പിന്നാലെ പോകാനുള്ള കാരണം പെണ്ണുങ്ങൾ തന്നെയാണ്. അവര് പിന്നാലെ വരാൻ വേണ്ടി അട്രാക്റ്റീവ് ആയിട്ടുള്ള സോപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ടാണെന്ന്. ഇതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലുള്ള പെണ്ണുങ്ങൾ ആരും തന്നെ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് അവിടെ പറയാണ്. ഇത് കേട്ട് നമ്മുടെ ഹീറോ ആകെ നെട്ടിത്തെറിച്ചിരിക്കുകയാണ്. അവന്റെ അച്ഛനായിട്ടുള്ള ഈ ലീഡറുടെ വാക്കുകൾ അവൻക്ക് അത്രക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല. പക്ഷേ സദസ്സിൽ വെച്ച് അച്ഛനെ അപമാനിക്കാനായിട്ട് പറ്റേയില്ല. അച്ഛന്റെ വാക്കിനെ എതിർക്കാനുള്ള ധൈര്യം അവൻക്ക് ഉണ്ടായിരുന്നില്ല. അച്ഛൻ അവനോട് വന്ന് പ്രസംഗിക്കാൻ പറഞ്ഞത് അവനും ആ ഒരു വാദത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്. ഇത് കേട്ട ആ ഒരു കുട്ടി ദയനീയമായിട്ട് നമ്മളെ ഹീറോനെ നോക്കുന്നുണ്ട്. ഒരു ദിവസം രാത്രിയാണെന്ന് വെച്ചാൽ നമ്മളെ ഹീറോ അവന്റെ അച്ഛന്റെ റൂമിൽ കയറി ലോക്കറിൽ പൂട്ടി വെച്ചിട്ടുള്ള സോപ്പ് എടുത്തുകൊണ്ട് പോയിട്ട് അത് തന്റെ ഭാര്യയുടെ കയ്യിലായിട്ട് കൊടുക്കാണ്. ഭാര്യയും ആ ഒരു സോപ്പിന്റെ സ്മെല്ല് കേട്ടതും ഭയങ്കര ആർത്തിയോടുകൂടി അത് മണപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം അവർക്ക് അത് കിട്ടാത്തത് കൊണ്ട് തന്നെ അതിനൊരു സ്വർണത്തിന്റെ വാല്യൂ അവർ കൊടുത്തിരുന്നു. ഇപ്പൊ രാത്രി എല്ലാരും ഉറങ്ങിയ സമയത്ത് നമ്മുടെ ഹീറോന്റെ ഭാര്യയും അവളുടെ കുറച്ച് അറിയാവുന്ന ഫ്രണ്ട്സും കൂടി എവിടൊക്കെ ആ സോപ്പ് ഉപയോഗിച്ച് കുടിക്കാനായിട്ട് പോവാണ്. ഇവർക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നുമ്പോ ഈ ഭർത്താവ് ഇങ്ങനെ സോപ്പ് കട്ടുകൊണ്ട് കൊടുക്കലായിരുന്നു ചെയ്തിരുന്നത്. ഈ മൂവിയിലെ ഏറ്റവും വലിയ പാർട്ട് എന്താണെന്ന് അറിയോ? ഈ ഒരു ഗ്രാമത്തില് പെൺകുട്ടികൾ ജനിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ നമ്മുടെ ഹീറോയിൻ ഇപ്പൊ പ്രഗ്നന്റ് ആണ്. അവളുടെ വയറ്റിൽ ഒരു പെൺകുട്ടിയാണുള്ളത്. ആ ഗ്രാമത്തിൽ ആർക്കും തന്നെ അത് അറിയില്ല. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ? അതിനു വേണ്ടിയിട്ട് ഈ മൂവിയുടെ ഫുൾ പാർട്ട് കാണാനായിട്ട് താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.